ഒരു ഇടവേളയ്ക്ക് ശേഷം അമേരിക്ക ഇറാനിൽ താണ്ഡവമാടിയത് മുന്നറിയിപ്പുകൾക്ക് ശേഷമാണ്. ഇറാനുമായുള്ള വെടിനിർത്തൽ ധാരണ അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇറാനുമായി ഇനി കൂടുതൽ ചർച്ചകൾക്കില്ല, അത് സമയം പാഴാക്കലാണ് എന്നും. അതായത് കഴിഞ്ഞ രാത്രിയായിരുന്നു ഇറാനിൽ 85 കേന്ദ്രങ്ങളിൽ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതിനു ശേഷം ആക്രമണം നടത്തിയത്. ഇതിന് പിന്നാലെയാണ് വെടിനിർത്തൽ ധാരണ അവസാനിച്ചതായും ട്രംപ് വ്യക്തമാക്കിയത്. തുർക്കിയിലെ അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്കിടെയായിരുന്നു ഈ പ്രഖ്യാപനം എത്തിയത്. ഇറാൻ ഭരണകൂടത്തെയും ജനങ്ങളെയും രൂക്ഷമായ ഭാഷയിലാണ് ട്രംപ് വിമർശിച്ചത്. അവർ നുണയന്മാരും ചതിയന്മാരും രോഗബാധിതരുമാണ് എന്നായിരുന്നു ട്രംപിന്റെ വിശേഷണം. ഇറാനിലെ ഭരണകൂടം ക്യാൻസർ പോലെയാണ്, എത്രയും പെട്ടെന്ന് അത് മുറിച്ചു മാറ്റേണ്ടതുണ്ട്. അവർ സ്വന്തം ജനങ്ങളെ വേദനിപ്പിച്ചു, 54,000 ആളുകളെ കൊലപ്പെടുത്തി എന്നായിരുന്നു ട്രംപ് ഉന്നയിച്ച ആരോപണം. ഹോർമോസ് കടലിടുക്കിൽ 3 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതിനു പിന്നാലെയായിരുന്നു ഇറാനിലെ 85 കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ ആക്രമണം നടത്തിയത്. കപ്പൽ ആക്രമണത്തിനു പിന്നിൽ ഇറാൻ സൈന്യമാണെന്നും ട്രംപ് ആരോപണം ഉന്നയിച്ചു. ഖമേനിയുടെ മരണാനന്തര ചടങ്ങുകളിൽ ശ്രദ്ധിക്കുന്നതിന് പകരം അവർ കപ്പലുകൾ ആക്രമിക്കുകയാണ് ചെയ്തത്. അതിന് 20 മടങ്ങ് ശക്തമായ മറുപടിയാണ് ഞങ്ങൾ നൽകിയത്. ഇറാൻ ഭരണാധികാരികൾ ദുഷ്ടന്മാരാണ്. കഴിഞ്ഞ ദിവസം രാത്രി വളരെ ശക്തമായി ഞങ്ങൾ അവരെ ആക്രമിച്ചു. അവർക്ക് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാനെ ആണവായുധം സ്വന്തമാക്കാൻ ഒരു തരത്തിലും സമ്മതിക്കില്ല എന്നും ട്രംപ് പറഞ്ഞു. 47 വർഷമായി അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇറാനെ ആണവമുക്തമാക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. അത് അമേരിക്ക നടപ്പാക്കാൻ പോവുകയാണ്. എന്തായാലും അങ്കാറയിലെ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടയുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഇറാന്റെ കാര്യത്തിൽ നാറ്റോ സഖ്യം അമേരിക്കയെ സഹായിക്കുകയില്ല എന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. അതായത് ഇറാനിലെ വിവിധ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് രണ്ടാമത്തെ രാത്രിയും ശക്തമായ ആക്രമണം നടത്തിയത് അമേരിക്കൻ സൈന്യം. ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര ചരക്കു നീക്കങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ഭീഷണികൾ തടയുന്നതിനാണ് ഈ സൈനിക നടപടി എന്നാണ് US സെൻട്രൽ കമാൻഡിന്റെ വിശദീകരണം. വ്യാഴാഴ്ച രാത്രി ഇറാനു നേർക്ക് US കടുത്ത ആക്രമണം നടത്തുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയായിരുന്നു ഇത്. ലെബാൻ ഐലൻഡ്, ചബഹർ, സിറിക് ഐലൻഡ്, സിറിക് പ്രധാന തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസ് എന്നിവിടങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നിലവിലെ സംഘർഷം പെട്ടെന്ന് അവസാനിക്കുമെന്നും ഇതൊരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് വഴി മാറില്ല എന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്. സമുദ്രയാത്രയുടെ സുരക്ഷ ഉറപ്പാക്കാനും ഇറാനെ നിലയ്ക്കു നിർത്താനും ഈ സൈനിക നീക്കം അത്യാവശ്യമാണ് എന്നാണ് USന്റെ അവകാശവാദം. ഹോർമോസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യത്തിന് ഭീഷണി ഉയർത്താനുള്ള ഇറാന്റെ ശേഷി ഇല്ലാതാക്കുകയാണ് ഈ സൈനിക നീക്കമെന്നും US വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അന്താരാഷ്ട്ര ജലപാതയിലൂടെ സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകൾക്കും ജീവനക്കാർക്കും നേരെ ഇറാൻ നടത്തിയ അന്യായമായ പ്രകോപനങ്ങൾക്കുള്ള തിരിച്ചടിയാണ് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്.